നമസ്കാരം എല്ലാവരോടും ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു ഇവിടെ എത്തിച്ചേർന്നതിൽ. അപ്പോൾ സേതു പറഞ്ഞ പോലെ ഈ സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇതിന്റെ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ഏറ്റവും നല്ല മാർക്കറ്റിംഗ് ചെയ്ത് അത് നമുക്ക് തൃപ്തിയാവുമ്പോഴാണ് ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക. അപ്പൊ ഞങ്ങൾ അങ്ങനെ നിന്ന ഒരു സ്റ്റേജിൽ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പബ്ലിസിറ്റീസും ഇൻക്ലൂഡിങ് ചാനൽസും പ്രിന്റ് ആൻഡ് പ്രസ് എല്ലാത്തിലും നമ്മൾ പ്രൊമോഷൻസ് ചെയ്ത് കഴിഞ്ഞ് നിന്നൊരു സമയത്തായിരുന്നു ഇതിനൊരു കേസ് ഉണ്ടാവുകയും ഒരു സ്റ്റേ വരികയും ഇതിന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരികയും ചെയ്തത്. അപ്പോൾ അത് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ കുറെ പേർക്ക് ഈ സിനിമ ഇറങ്ങിപ്പോയതാണോ, ഇത് കാണാൻ പറ്റില്ല, ഇത് ഇറങ്ങിയത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. ശരിക്കും ഈ സിനിമ ഇറങ്ങിയത് ഇന്നാണ്. അപ്പോൾ അത് ഇനി നിങ്ങൾ വേണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ. ഇപ്പൊ സിനിമയെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിന്റെ ഒരു റിലീസ് അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ബാക്കിയുള്ളവരിലേക്ക് ഇത് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അപ്പം ഷോ കഴിഞ്ഞിട്ട് രാവിലെ മുതൽ കിട്ടുന്ന ഒരു അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള ഒരു ധൈര്യം തന്നത്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഈ സിനിമയെ പറ്റി ആളുകളിലേക്ക് സ്പ്രെഡ് ആവുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി ജഗദീഷേട്ടൻ പറയും. വളരെ സന്തോഷം. ആദ്യമേ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ വളരെ ഷോർട്ട് നോട്ടീസ് തന്നിട്ടും എല്ലാവരും സജീവമായി തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് നിങ്ങളോടുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തുന്നു. പ്രൊമോഷൻ സമയത്ത് ഞങ്ങൾ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിരുന്നില്ല. പക്ഷെ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അന്ന് പറഞ്ഞിരുന്നു ആസിഫ് അലിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്രില്യൻറ്റ് പെർഫോമൻസസ് ആയിരിക്കും എന്ന് ഞാൻ അന്ന് പറഞ്ഞു. ഇന്നിപ്പോ തിയേറ്ററിൽ നിന്ന് റിപ്പോർട്ടുകൾ കിട്ടുന്നത് ആസിഫിന് ഏറ്റവും കൂടുതൽ ഒരു കയ്യടി കിട്ടുക എന്നുള്ളത് പെർഫോമൻസിനും ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കും കയ്യടി കിട്ടുന്നുണ്ട്. അതാണ് സന്തോഷം. പെർഫോമൻസിന്റെ കയ്യടി ഒരു വശത്ത്, മറുവശത്ത് ഉന്നയിക്കുന്ന കാര്യങ്ങൾ, വാദിക്കുന്ന കാര്യങ്ങൾ, അതിന് സേതുവിന് ഒരു വലിയ കയ്യടി കൊടുക്കണം. സേതു ഒരു റൈറ്ററും കൂടിയാണ്. കാരണം ഇതൊരു ഡെലിക്കേറ്റ് സബ്ജക്റ്റ് ആണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്ത്രീപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന, ഇവിടെ സ്ത്രീപക്ഷമെന്നോ പുരുഷപക്ഷമെന്നോ ഇല്ലാതെ തെറ്റാരുടെ ഭാഗത്തോ അവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. അതല്ലാതെ പുരുഷനെന്നോ സ്ത്രീയെന്നോ നോക്കിയിട്ടല്ല ഒന്ന് കൈകാര്യം ചെയ്യേണ്ടത് എന്ന ഒരു കാര്യമാണ് ഈ ചിത്രത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇതൊരു പുരുഷപക്ഷ സിനിമയല്ല, സ്ത്രീപക്ഷ സിനിമയല്ല. ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം, ഇതിൽ പുരുഷന് വേണ്ടി എന്തെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ കൈയടിക്കുന്ന സ്ത്രീകളാണ്. അതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ന്യായത്തിന്റെ കൂടെ സ്ത്രീകൾ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മുടെയൊക്കെ മുഖം കണ്ട എല്ലാവർക്കും അറിയാം, ഇതിന്റെ ഒരു സക്സസിന്റെ കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിപ്പോ സിദ്ധാർത്ഥൻ, ഞാനും കൂടെ താഴെ ധീരന്റെ പ്രൊമോഷനിൽ അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പൊ സിദ്ധാർത്ഥൻ വളരെ സന്തോഷത്തോടെ ജഗദീഷേട്ടാ കലക്കി എന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. ആദ്യത്തെ റിപ്പോർട്ട് തന്നത് സിദ്ധാർത്ഥനാണ്. പടം വലിയ ഒരു സക്സസ് ആണെന്നുള്ള റിപ്പോർട്ട് തന്നത് സിദ്ധാർത്ഥനാണ്. ഇപ്പൊ ടീമിന്റെ വർക്കാണ്. ഞങ്ങൾ ഇപ്പോഴും വലിയ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. ഈ സിനിമ ഞങ്ങൾ പറയുന്നു ഒരു പക്ക എന്റർടൈനർ ആണ്. ആ എന്റർടൈൻമെന്റിൽ കുറെ നല്ല കാര്യങ്ങൾ, സമൂഹത്തിന് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ഈ എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ അഭിമാനമാണ് ഞങ്ങൾക്ക്. അതല്ലാതെ ഇതൊരു ഡോക്യുമെന്റേഷൻ അല്ല, ഡോക്യുമെന്ററി സ്റ്റൈലല്ല, ഡ്രൈ അല്ല, ഒട്ടും ഡ്രൈ അല്ല. എന്റർടൈൻമെന്റ് പാക്ട് ആണ്. ഇതിലുള്ള ഓരോ ആർട്ടിസ്റ്റും മാക്സിമം എഫേർട്സ് ഇട്ടിട്ടുണ്ട്. ഈ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വലിയ സക്സസിന് വേണ്ടി ആയിരിക്കാം ഈ തടസ്സങ്ങൾ വന്നത്. ഈശ്വരൻ അങ്ങനെ തടസ്സങ്ങൾ തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വലിയ ഹിറ്റിന്റെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത്, അതില് വ്യക്തിപരമായി എനിക്കും വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തരോടും ഉള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു. ഇതിൽ നിങ്ങൾ എല്ലാവരും കാണണം. ആ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അത് ഞങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് തരും. ഇതേപോലുള്ള നല്ല ചിത്രങ്ങളുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ കഴിയും. താങ്ക് യു സോ മച്ച്. നല്ല അഭിപ്രായം കേൾക്കുന്നുണ്ട്. ഇപ്പൊ ജഗദീഷേട്ടൻ പറഞ്ഞ പോലെ കുറച്ചു നേരം ആയിട്ടുള്ളൂ ഞങ്ങൾ ഓഫ് തിയേറ്ററിലില്ലായിരുന്നു. ഇവിടെ ഈ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് നിൽക്കുകയായിരുന്നു. സോ ഓൺലൈനിൽ അറിയുമ്പോഴും 1-2 ആൾക്കാർ വിളിക്കുമ്പോഴും അതിയായ സന്തോഷമുണ്ട്. നല്ലൊരു വേഷമാണ് എനിക്ക് സേതു തന്നത്. സോ അതിന് ആദ്യമേ ഞാൻ നൈസാമിനോടും സേതുവിനോടും നന്ദി പറയുന്നു. താങ്ക് യു. ആദ്യമായി എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ സിദ്ധാർത്ഥ പറഞ്ഞ പോലെ എനിക്കും നല്ലൊരു വേഷമാണ് സേതു തന്നത്. അത് സിനിമ കണ്ടിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഒരു ഫാമിലി ആയിട്ടാണ് കണ്ടത്. പിന്നെ കൊല്ലംകോട് നിന്നാണ് ആദ്യം വിളിക്കുന്നത്. കൊല്ലംകോട് നിന്ന് എൻ്റെ ആദ്യം തന്നെ ഫ്രണ്ടും
കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നന്നായിട്ട് മൂവി വളരെ രസമുണ്ട്. കാരണം നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ പറയാത്തൊരു മേഖലയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. അത് നന്നായി വർക്കായിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഡയറക്ഷനാണ്, നല്ല സ്ക്രിപ്റ്റിംഗാണ്. പിന്നെ ഈ സിനിമ ആരും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. കാരണം എൻ്റെ വൈഫ് ഞാനും കൂടിയാണ് സിനിമ കണ്ടത്. അപ്പോൾ ആ വൈഫ് പറഞ്ഞത് നല്ല രസമായിട്ടുണ്ട് സിനിമ, നല്ല ഭംഗിയായിട്ട് ഇത് സ്ത്രീകൾക്ക് ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലി മൂവിയാണ്. അതെല്ലാവരും കാണണം. എല്ലാവരും കണ്ടാൽ മാത്രം പോരാ. ജഗദീഷ് പറഞ്ഞ പോലെ എല്ലാവരോടും പറയണം ഇത് നല്ലൊരു മൂവിയാണെങ്കിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത്. താങ്ക് യു. കാരണം ഞങ്ങൾ പടം നമ്മുടെ ചെയ്യുന്ന പ്രോജക്റ്റ് അത് നല്ലതാണോ ശരിയാണോ എന്നറിയുന്നത് ഞങ്ങൾ നല്ലതാണെന്ന് ഞങ്ങളുടെ ടീം പറയുന്നതിലല്ല, പക്ഷേ ഞങ്ങൾക്ക് അറിയാത്ത ആൾക്കാർ ഇൻസ്റ്റയിലായിരുന്നാലും ഫേസ്ബുക്കിലായാലും മെസ്സേജ് അയക്കുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പടം നന്നായി എന്ന്. എനിക്ക് ഒരുപാട് ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നു. അതിലുപരി നമുക്കറിയാവുന്ന പല ആൾക്കാരും വിളിച്ചിട്ട് എടാ നല്ല പടം എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളെ പടം ഇത് ഇറങ്ങേണ്ടത് ഈസ്റ്റർ ദിനത്തിലായിരുന്നു. അതിന്റെ പ്രൊമോഷനൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് നമ്മള് ഓൺലൈൻ പ്രൊമോഷനൊക്കെ ചെയ്തതാണ്. അതിന് ഒന്ന് താഴ്ന്നു പോയി. ഇത് ഇറങ്ങിയെന്ന് ഇപ്പൊ ആസിഫ് പറഞ്ഞ പോലെ ഇത് ഇറങ്ങിയെന്ന് വിചാരിച്ച ഒരുപാട് പേരുമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്നാണ് ഇറങ്ങിയത്. അപ്പൊ എല്ലാവരിലും എത്തിക്കണം. ഇതൊരു നല്ല മൂവിയാണ്. ഒരുപാട് റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളെ സഹകരിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവരും കാണണം. താങ്ക് യു സോ മച്ച്. പ്രൊമോഷന്റെ സമയത്ത് എല്ലാവരും ചോദിച്ചിരുന്നു സിനിമയുടെ നായിക എന്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന്. ഞങ്ങൾ ഞങ്ങളുടെ നായിക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 2 പേരുണ്ട്. ഒന്ന് തുളസി, പിന്നെ ശ്രേയ രുക്മിണി. ആദ്യം തുളസിക്ക്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ. കുറേ തടസ്സങ്ങളൊക്കെ വന്നെങ്കിലും ഇപ്പോൾ അതിനുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കിട്ടുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്ന സേതു ചേട്ടനോടാണ് എനിക്ക് ഈ അവസരത്തിൽ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. താങ്ക് യു. പിന്നെ ആസിഫ്ക നല്ല അടിപൊളി സപ്പോർട്ടായിരുന്നു. ഒരു ബിഗിനറിന് കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഒരു സപ്പോർട്ട് തന്ന് നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും എല്ലാം കംഫർട്ടും എല്ലാം ആസിഫ്ക തന്നിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഞാൻ കുറച്ച് നെർവസാണ്. എല്ലാവരോടും നന്ദി. അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, പിന്നെ മേക്കപ്പ് ചെയ്ത ടീം, കോസ്റ്റ്യൂം, അങ്ങനെ എല്ലാവരും, ഫുഡ് തന്ന ചേട്ടന്മാർ, എല്ലാവരോടും താങ്ക് യു പറയാനുള്ളത്. പൈസ തന്ന പ്രൊഡ്യൂസർ, സോറി ഇല്ല പറഞ്ഞിട്ടില്ല. നൈസാംക താങ്ക് യു. പിന്നെ എല്ലാവരും കാണാത്തവർ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അത്ര ഇപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്. ഇത് ആക്ച്വലി എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നൊരു, കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ത്രെഡുള്ളൊരു നല്ലൊരു മൂവിയാണ്. ആക്ച്വലി ആസിഫൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ മുന്നേ ആണ് ഇത് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഇത് റിലീസ് ചെയ്തത് അറിഞ്ഞില്ലല്ലോ, പടം ഇറങ്ങിയത് അറിഞ്ഞില്ല, പലരിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പലരും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ അഭിപ്രായങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തിട്ട് വേണം ഇനി നമ്മൾക്ക് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എന്താ പറയുക, ഞാൻ കുറച്ച് നമസ്കാരം, എല്ലാവർക്കും നന്ദി വന്നതിന്. അപ്പോൾ ഈ പടം ഈ പറഞ്ഞ പോലെ എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് അങ്ങനത്തെ റിപ്പോർട്ട്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെയും എനിക്കും ഒരു നല്ലൊരു വേഷം ചെയ്യാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൻ്റെ ഇവിടെ നിന്ന് ഒരു അസോസിയേറ്റ്, പിന്നെ അച്ചുമണി എന്ന് പറഞ്ഞ ആക്ടേഴ്സിനോട് നൈസമയ്ക്കും എല്ലാവർക്കും നന്ദി, സന്തോഷം. അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണുക. നല്ലൊരു സിനിമയെ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. താങ്ക് യു.